ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മിനിറ്റുകൾ കൊണ്ട് നല്ല കിടിലൻ പോപ്കോൺ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു പാനിൽ 2 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമുക്ക് പോപ്കോണിൻ്റെ സീഡ് വാങ്ങിക്കാൻ കിട്ടും, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു പിടുത്താണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി എടുക്കരുത് കേട്ടോ, പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂളി കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ചൂടാവാനായിട്ട് വെക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടിയിടാം. എന്നിട്ട് ഈ പോപ്കോൺ പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് വേണം നമുക്കിതിൻ്റെ തീ മീഡിയത്തിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ അത് മുഴുവൻ പൊട്ടി പുറത്തേക്ക് തെറിച്ച് പോവുകയും. അപ്പോൾ എപ്പോഴും കുറച്ചൊരു കുഴിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പോപ്കോൺ അധികം പുറത്തേക്ക് പോവില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ തീ കുറച്ച് വയ്ക്കുകയാണ്. ഇതിന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി വരട്ടെ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പോപ്കോൺ പൊട്ടുന്നത്. അപ്പോൾ തീ വല്ലാതെ കൂട്ടിയിട്ട് അതിൻ്റെ അടിവശം മുഴുവൻ കരിഞ്ഞ് പോകും കേട്ടോ. അതായത് ഇപ്പോൾ കണ്ടോ, ഒരു പിടുത്തം ഇട്ടപ്പോൾ തന്നെ നമുക്ക് എത്ര പോപ്കോണാണ് കിട്ടിയെന്ന്. ഇതിപ്പോൾ പാത്രം നിറഞ്ഞ് അതിൻ്റെ അടപ്പൊക്കെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ടൊന്ന് തണുത്തിട്ട് വേണം നമ്മൾ തുറക്കാനായിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ അടിയിൽ പോപ്കോൺ പൊട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അത് പൊട്ടി മുഴുവൻ പുറത്തേക്ക് പോവേ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്നറിയാം. ഇത് ഒട്ടും കരിഞ്ഞു പോകാൻ നല്ല അടിപൊളിയായിട്ട് നല്ല തുമ്പപ്പൂവിൻ്റെ കളറിൽ നമുക്ക് പോപ്കോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്